എൻ്റെ പേര് ബിനു. ഞാൻ കോട്ടയത്ത് നിന്ന് കളത്തൂർ ഇടവക ആണ്. ഞാനിവിടെ 2019 ജൂണിലാണ് വന്ന് ഉടമ്പടി എടുത്തത്. പക്ഷേങ്കിൽ അപ്പം നന്നായിട്ട് ഒരുങ്ങിയൊന്നും വന്ന് ഞാൻ എടുത്തില്ല. ഞാൻ ഒരു പ്രാവശ്യം പുതുക്കി, പിന്നെ കൊറോണ വന്ന്, പിന്നെ ഞാൻ 2022 വന്ന് നന്നായിട്ട് ഒരുങ്ങി വന്ന് ഉടമ്പടി പുതുക്കി. ഞാൻ മെയിനായിട്ട് ഇവിടെ വന്നതിൻ്റെ കാര്യം എൻ്റെ മോന് വേണ്ടിയിട്ടാണ്. മോൻ ജനിച്ച ഉടനെ അവന് കുടലിൽ ബ്ലോക്കായിരുന്നു. അപ്പോൾ സർജറി ചെയ്തു. അതിൻ്റെ ഫലമായിട്ട് അവന് എപ്പോഴും ഗ്യാസ് പ്രോബ്ലം ആയിരുന്നു. കുടലിങ്ങനെ കൂടിച്ചേർന്ന് ബ്ലോക്കായിട്ട് കിടക്കുമായിരുന്നു. അതുകൊണ്ടാണ് സർജറി ചെയ്തത്. ഇപ്പോൾ അവന് 21 വയസ്സുണ്ട്. ഒത്തിരി പ്രാവശ്യം ഒത്തിരി മരുന്ന് കൊടുത്തു. ഇംഗ്ലീഷ് മരുന്ന്, ഹോമിയോ, ആയുർവേദം ഒത്തിരി പ്രാവശ്യം കൊടുത്തു. പിന്നെ ഉള്ള ധ്യാന കേന്ദ്രത്തിലെല്ലാം ഞാൻ പോകുമായിരുന്നു. ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കും, എല്ലാം ചെയ്തു. അങ്ങനെയൊക്കെ കുറയാതെ വന്നപ്പോൾ ആ ഒരു മെയിൻ കാരണം കൊണ്ടാണ് ഞാനിവിടെ വന്നത്. ശരിക്കും 2022 ഞാൻ നന്നായിട്ട് ഇവിടെ ഒരുങ്ങിയിട്ട് വന്നു. എന്നിട്ടും ചെന്നിട്ട് ഉടനെ ഒന്നും മാറിയൊന്നുമില്ല. അപ്പോഴും ഞാൻ വിഷമിച്ചു, എന്തുകൊണ്ടാണ് ഇങ്ങനെ, എനിക്ക് മാത്രം ഇങ്ങനെ എന്താന്ന്. പിന്നെ തന്നെ എനിക്ക് മനസ്സിലായി, ഞാൻ ഈ അച്ഛൻ പറയുന്ന പോലെ ആദ്യമേ പത്രം കൊടുക്കുന്നതെല്ലാം നാണിച്ച് അത് പള്ളിയിൽ കൊണ്ട് മാത്രം കൊടുക്കത്തുള്ളായിരുന്നു. പിന്നെ അച്ഛൻ്റെ ടോക്ക് കേട്ട് നല്ല നല്ല വിശ്വാസവും സാക്ഷ്യവും കേൾക്കുമായിരുന്നു. അപ്പം പിന്നെ ഞാൻ വീടിൻ്റെ അടുത്തുള്ള വീടുകളിലേക്ക് പോകാൻ തുടങ്ങി. പിന്നെ ബസ് സ്റ്റാൻഡിൽ പോകാൻ തുടങ്ങി. ഇപ്പോൾ റീസെൻ്റ്ലി ഞാൻ മെഡിക്കൽ കോളേജിലാണ് കൊണ്ട് കൊടുക്കണം. ഇപ്പോൾ എനിക്ക് മനസ്സിലായി അവരാണ് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നതെന്ന്. അതുപോലെ സ്മാർട്ട് ഫോൺ ഉപയോഗിക്കാത്ത അമ്മച്ചിമാർക്ക് ഞാൻ വീട്ടിലിരുന്ന പഴയതെല്ലാം കൊണ്ട് കൊടുത്തു. അവർക്കും ഞാൻ കൊടുക്കും, കാരണം അവർ ഫോൺ ഉപയോഗിക്കുന്നില്ലല്ലോ. അവർക്ക് സാക്ഷിയൊന്നും കാണാൻ പറ്റത്തില്ല, ഈ പേപ്പറാണ് അവർ വായിക്കുന്നത്. അങ്ങനെ ഇപ്പം 1 വർഷത്തോളമായി എൻ്റെ മോനിപ്പം ഗ്യാസ് പ്രോബ്ലം ഇല്ല. പിന്നെ അതുപോലെ തന്നെ ഞാനിവിടെ വന്ന സമയത്ത് അവൻ +1 ആയിരുന്നു. മാർക്കൊക്കെ തീരെ കുറവായിരുന്നു. പക്ഷേങ്കിൽ ഞാൻ അതും നിയോഗം വെച്ചായിരുന്നു. അതിൻ്റെ ഫലമായിട്ട് +2 കുഴപ്പമില്ലാത്ത മാർക്ക് കിട്ടി. അതുപോലെ തന്നെ B.Pharm അവനിപ്പോൾ 3rd ഇയർ ആണ് പഠിക്കുന്നത്. അതും അടുത്തുള്ള ക്രിസ്ത്യൻ കോളേജ് വേണമെന്ന് ഞാൻ നിയോഗം എഴുതി വെച്ചായിരുന്നു. അതുപോലെ തന്നെ 15 മിനിറ്റേ ഉള്ളൂ അവനിന്ന് പോയി വരുന്നു. ഒരു കുഴപ്പമില്ലാതെ പഠിച്ചുകൊണ്ട് പോകുന്നു. പിന്നെ രണ്ടാമത്തെ സാക്ഷ്യം ഞാൻ എൻ്റെ മോൾക്ക് വേണ്ടിയിട്ടാണ്. ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്ന സമയത്ത് നേഴ്സിംഗ് പഠിക്കുമായിരുന്നു. അപ്പം ഈ മോനും ഞാൻ എന്നും തൈലം ഞാൻ പറ്റി കൊടുക്കുമായിരുന്നു. അതുപോലെ തന്നെ മോള് എക്സാമിൻ്റെ സമയത്തെല്ലാം കാശ് രൂപം കൊണ്ടുപോകും. അങ്ങനെ മോളും നല്ല മാർക്കോടുകൂടി പാസ്സായി. പിന്നെ പാസ്സായി കഴിഞ്ഞ ഉടനെ തന്നെ അവൾ IELTS പോയി. അപ്പോൾ CBSE പഠിച്ചതുകൊണ്ട് OET എടുക്കേണ്ട, IELTS എടുത്താൽ ഞങ്ങൾ പറഞ്ഞു. പക്ഷേ എക്സാം കഴിഞ്ഞ് കഴിഞ്ഞപ്പം അവൾ ഭയങ്കര കരച്ചിൽ, പാടായിരുന്നെന്നൊക്കെ. എക്സാമിന് 2-3 ദിവസം മുമ്പ് ഈ കൊച്ച് കരയാനൊക്കെ തുടങ്ങി. അപ്പം ഞാൻ നന്നായിട്ട് പ്രാർത്ഥിക്കുന്നത്. ഞാൻ വിചാരിച്ചു CBSE പഠിച്ചതല്ലേ, അപ്പം പാസ്സായിക്കോളുമെന്നോ. അപ്പം ഞാൻ കുർബാനയ്ക്കൊക്കെ ചെന്ന് നിന്നപ്പോൾ ഇങ്ങനെ പ്രാർത്ഥിച്ചു. അപ്പം എനിക്ക് ഇങ്ങനെ മാതാവ് ഇങ്ങനെ കാണിച്ചു തന്ന പോലെ, കാണിച്ചല്ല, എൻ്റെ മനസ്സിൽ തോന്നിയതാണ് അവളുടെ സ്കോറ്. അത് സ്പെഷ്യലായിട്ട് ഓവറോൾ സ്പീക്കിംഗ് ഒക്കെ. അപ്പോൾ എനിക്ക് തോന്നി എൻ്റെ ആഗ്രഹം കൊണ്ട് എനിക്ക് തോന്നുന്നതാണ്. ഞാനത് വിട്ട് കളഞ്ഞു. പിന്നെ പിറ്റേ ദിവസം വീട്ടിൽ കൊന്തയുടെ സമയത്ത്, കുരിശോരയുടെ സമയത്തും ഇങ്ങനെ തന്നെ കണ്ടു. അപ്പോഴും വിചാരിച്ചു എൻ്റെ ആഗ്രഹം കൊണ്ടാന്ന്. ഞാൻ അത് അന്നേരവും വിട്ട് കളഞ്ഞു. പിന്നെ മൂന്നാമത് ഈ കൊച്ചിൻ്റെ റിസൾട്ട് നാളെ വരും. അപ്പോൾ അതുകൊണ്ട് ഞാൻ സ്പെഷ്യലായിട്ട് കൊന്തയില്ലായിരുന്നു. അന്നേരം ചെന്നപ്പോൾ ഇത് തന്നെ എൻ്റെ മനസ്സിലേക്ക് വരുവാ. അപ്പം ഞാൻ പിന്നെ വേഗം പോയി, എനിക്കൊരു ബുക്കുണ്ട് ഇങ്ങനെ വചനമൊക്കെ എഴുതുന്നത്. അതിൽ ഞാൻ ഇവളുടെ പേരും ഈ സ്കോറും സ്പീക്കിംഗ് സ്പെഷ്യലായിട്ടൊക്കെ എഴുതി വെച്ചു. പിറ്റേ ദിവസം രാവിലെ കൊച്ച് മെസ്സേജ് വന്നു ഫോണിൽ. അപ്പോൾ അവൾ കരഞ്ഞോണ്ടോ മമ്മി എനിക്ക് കിട്ടിയെന്ന് പറഞ്ഞു. അപ്പോൾ ഉടനെ തന്നെ അവൾ ആ റൂമിൽ നിന്ന് പുറത്തിറങ്ങി അവിടെ തന്നെ ടീപ്പോ ഈ ബുക്ക് ഇരിക്കുമോ. ഞാൻ ആ ബുക്ക് എടുത്ത് കാണിച്ചു കൊടുത്തു. ഞാൻ ഇങ്ങനെ മാതാവിനെ കാണിച്ചെന്ന്, ഇത് മാതാവ് തന്ന മാർക്കാണ് നിനക്ക്, അതുകൊണ്ടല്ലേ മാതാവ് കാണിച്ചു തന്നത്. അങ്ങനെ കൊച്ചിന് വിശ്വാസമായി. അവൾ ഇവിടെ വന്ന ഉടനെ ഇവിടെ മാതാവിന് നന്ദി പറഞ്ഞു. അതുപോലെ തന്നെ പിന്നെ അവളുടെ ഇൻ്റർവ്യൂ, CBT എല്ലാം ഈ കാശുരൂപം കൊണ്ടുപോയാണ് ഉപയോഗിച്ചത്. അതുപോലെ ഫസ്റ്റ് ചാൻസിൽ തന്നെ എല്ലാം പാസ്സായി. അവിടെ ചെന്ന് ഓസ്കി എല്ലാം ഫസ്റ്റ് ചാൻസിൽ തന്നെ മാതാവിൻ്റെ തൈലമൊക്കെ പുരട്ടി പാസ്സായി. പിന്നെ എനിക്ക് പറയാനുള്ളത്, എൻ്റെ ചേച്ചിയുടെ മോള് നേഴ്സിങ്ങിന് പഠിക്കുമായിരുന്നു. അപ്പോൾ അവൾ കുഴപ്പമില്ലാതെ പഠിച്ചുകൊണ്ടിരുന്നു. പക്ഷേ ഫ്രണ്ട്സ് ഇഷ്യൂ ആയിട്ട് അവൾ മൈസൂരാണ്, ഇങ്ങോട്ട് തിരിച്ച് പോരാൻ അവൾക്ക് ആഗ്രഹമാണെന്ന് പറഞ്ഞു. അപ്പം ഞാനിവിടെ വന്ന് ഉടമ്പടി അത് നിയോഗം വെച്ചു. പുതുക്കാൻ നേരത്ത് വന്ന് നിയോഗം വെച്ചു. തിരിച്ചു ചെന്നപ്പം എൻ്റെ ചേച്ചി എന്നോട് പറയും അവൾ അവിടെ നിന്ന് പോന്നിട്ടുണ്ടെന്ന്. പിന്നെ ആ കൊച്ച് അങ്ങനെ 3 പ്രാവശ്യം
വരിക പോവുക കരച്ചിൽ. അവരാണെങ്കിൽ ലോൺ എടുത്ത് പഠിപ്പിച്ചതാണ്. അപ്പം പൈസ പോരുവാണെങ്കിൽ ഒത്തിരി പൈസ ആകത്തില്ലേ. എനിവേ അവരും പിന്നെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് അച്ഛനെ കാണാൻ നോക്കി, പക്ഷെ അവർക്ക് സാധിച്ചില്ല. എനിവേ ഇപ്പം ഒരു കുഴപ്പമില്ലാതെ ഇത്രയും നാളും നാട്ടിൽ വരുകയും പോവുകയൊക്കെ ചെയ്താലും അവൾക്ക് എക്സാം എഴുതാൻ പറ്റി. ഫസ്റ്റ് ക്ലാസ്സിലോട് തന്നെ പാസ്സായി. ഇപ്പം 3rd ഇയറാണ് അവൾ. പിന്നെ മാതാവിൻ്റെ ഈ തൈലവും ഉപ്പൊക്കെ വെഞ്ചരിച്ച ഉപ്പൊക്കെ ഇട്ട് ഒത്തിരി അനുഗ്രഹം എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഞങ്ങളുടെ ഒരു ഫ്രണ്ടിൻ്റെ ഫ്ലാറ്റ് അത് എന്ത് ചെയ്താൽ വിൽക്കുന്നില്ലായിരുന്നു. അപ്പോൾ അതെൻ്റെ ഹസ്ബൻഡാണ് നോക്കി നടത്തുന്നത്. അപ്പം കുറേ പ്രാവശ്യം പോയി. അപ്പം ഞാൻ അവസാനം ഈ വെഞ്ചരിച്ച ഉപ്പ് കൊണ്ട് ഇടാൻ പറഞ്ഞു. അത് ഉടനെ തന്നെ അത് വിറ്റുപോയി. പിന്നെ ഞാൻ കാരുണ്യ പ്രവർത്തികൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ ഓർഫനേജ് ഇടയ്ക്കൊക്കെ പോകാറുണ്ട്. അത് നേരത്തെ എങ്ങും പോകാറില്ലായിരുന്നു. പിന്നെ ഈ ഇടയ്ക്ക് ഇങ്ങനെ നന്നായിട്ട് ഒരുങ്ങിയൊക്കെ വരാൻ തുടങ്ങിയപ്പോഴത്താണ് അങ്ങനെ പോകുന്നുണ്ട്. അതുപോലെ തന്നെ പത്രവും എല്ലായിടത്തും ഇങ്ങനെ ബസ് സ്റ്റാൻഡിലും മെഡിക്കൽ കോളേജിലാണ് ഇപ്പം പോകുന്നത്. അങ്ങനെയൊക്കെ കൊണ്ടു കൊടുക്കാൻ തുടങ്ങി. ഇത്രയും ഈശോയും മാതാവും എനിക്ക് തന്ന ഒത്തിരി ഈ അനുഗ്രഹങ്ങൾക്ക് ഞാൻ ഒത്തിരി നന്ദി പറയുന്നു. പിന്നെ എൻ്റെ നേരത്തെ പോലെയല്ല, ഞാൻ കുർബാനയ്ക്കൊക്കെ പോകുമ്പോൾ അതിൻ്റെ ഒത്തിരി കോൺസെൻട്രേഷനോടുകൂടി, അതായത് പുസ്തകമൊക്കെ എടുത്ത് അതിൻ്റെ മീനിങ്ങോടുകൂടി ഞാനത് കുർബാനയിൽ ഉൾക്കൊള്ളുന്നു. അതുപോലെ നേരത്തെയൊക്കെ കൊന്ത ചെല്ലുന്നത് ഞാൻ നിയോഗം വെച്ച് അത് ആ ഒരു രീതിയിലായിരുന്നു. പക്ഷേ ഇപ്പം കൊന്തയെല്ലാം ഭയങ്കര താല്പര്യമാണ്. ബൈബിള് വായന അതുപോലെ തന്നെ. നേരത്തെ സമയമുണ്ടെങ്കിൽ വായിക്കും, എന്നാലും അതിൻ്റെ മീനിങ് ഒന്നും നോക്കത്തില്ല. പക്ഷേ ഇപ്പോൾ എന്ത് ബൈബിൾ വായിച്ചാലും അത് ഇങ്ങനെ പുതിയ അർത്ഥം ഇങ്ങനെ മനസ്സിലായി വരുക. അതിപ്പോഴേ ഇങ്ങനെയൊക്കെ ഈ മനസ്സിലാവുന്നത്. അങ്ങനെ ആത്മീയമായിട്ട് ഇങ്ങനെ എനിക്ക് പുരോഗതി ഉണ്ടായി. എന്നും ഉടമ്പടിയിൽ തന്നെ നിൽക്കാനാണ് ഇതുകൊണ്ട് എനിക്ക് താല്പര്യം. അതുപോലെ തന്നെ ഒരു ശക്തിയും സമാധാനവും ഒക്കെ എനിക്ക് കിട്ടി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിൻ്റെ പേരിൽ. ഈശോയെ നന്ദി, ഈശോയെ. പിന്നെ 2 പ്രാവശ്യം എനിക്ക് മാതാവിൻ്റെ സുഗന്ധാഭിഷേകം ലഭിച്ചു. ഒന്ന് ഇവിടെ വെച്ചാൽ, പക്ഷേ എനിക്ക് അന്നേരം മനസ്സിലായില്ല. ഞാൻ വിചാരിച്ചു മാതാവിനെ ഇങ്ങനെ കൊണ്ടുപോകുമ്പം മുല്ലപ്പൂമാല എങ്ങാനും ചാർത്തിയിട്ടാണോ എന്ന്. പക്ഷേ ആ ഒരു സ്ഥലത്ത് മാത്രമേ എനിക്ക് അത് ലഭിച്ചുള്ളൂ, മുല്ലപ്പൂവിൻ്റെ സുഗന്ധം. പക്ഷേ എനിക്ക് അന്നേരം മനസ്സിലായില്ല. പിന്നെ ഞാനിവിടെ സാക്ഷി ഓരോരുത്തരുടെ കേട്ടപ്പോഴാണ് എനിക്കത് മനസ്സിലായി. അന്നേരം മാതാവിൻ്റെ പ്രസൻസ് ആയിരുന്നല്ലോ എന്ന്. അതുപോലെ തന്നെ ഈ 8 നോയമ്പിന് ഞങ്ങളുടെ പള്ളിയിൽ മാതാവിൻ്റെ രൂപം വെച്ച് പ്രദക്ഷിണം ഉണ്ടായിരുന്നു പള്ളിക്ക് ചുറ്റും. ഒരു ദിവസം ഇങ്ങനെ പനീർ പൂവിൻ്റെ സുഗന്ധം, ഞാൻ വിചാരിച്ചു എൻ്റെ അടുത്ത് നിന്ന് ഒരു സ്പ്രേ അടിച്ചിട്ടായിരിക്കും. ഞാൻ മാറി നിന്ന് നോക്കി, ഇല്ല. പിന്നെ മാതാവിൻ്റെ രൂപത്തെ നോക്കി, അത് ആർട്ടിഫിഷ്യൽ പൂവാണ്. അന്നേരം ഇല്ല. അതാ വെഞ്ചരി ഇത് മൊത്തം പ്രദക്ഷിണം മൊത്തം എനിക്കത് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് എന്നിട്ടും എനിക്ക് മനസ്സിലായത് പിറ്റേ ദിവസം ഞാൻ മാതാവിന് സാധാരണ പൂ വയ്ക്കാറുണ്ട് വീട്ടിൽ മാതാവിൻ്റെ രൂപത്തിൽ. അപ്പോൾ പിറ്റേ ദിവസം ഞാനൊരു പനീർ പൂ കൊണ്ടുവച്ചപ്പോഴും അയ്യോ ഈ സുഗന്ധം തന്നെയാണല്ലോ ഇന്നലെ മൊത്തം എനിക്ക് അനുഭവിച്ചിരുന്നതെന്ന്. അങ്ങനെ എല്ലാവരും പറയുന്ന പോലെ അതും പണ്ട് ഞാനിങ്ങനെ ചിന്തിച്ചിട്ടുണ്ട് ഇതൊക്കെ എങ്ങനെയാണെന്ന്. പക്ഷേ എല്ലാം എനിക്കിങ്ങനെ അനുഭവത്തിൽ വന്നു. ഈശോയ്ക്കും മാതാവിനും ഒത്തിരി നന്ദി പറയുന്നു.